അദ്ദേഹത്തിന് ഉപഹാരം നൽകാനായി ശ്രീ പ്രേംകുമാർ അവர்களോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു ഡീഫോൾട്ട് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. இப்போ பிரவீன் பிரசிடென்ட் ஆனதுக்கப்புறம் எல்லா வருஷம் இங்கே கூட்டிகிட்டு வந்துடுவார்னு நினைக்கிறேன். பட் அவர் சொன்ன ஒரு உண்மையான ஒரு விஷயம் என்னென்னா, ஹி வாண்டட் டு மேக் எ டிஃப்ரென்ஸ் டு சிடிஎம்ஏ. கண்டிப்பாக அவர் பண்ணியிருக்காருன்னு நினைக்கிறேன். நீங்கள் தான் சொல்லணும். ஸோ அந்த ஒரு எஃபர்ட் போட்டு சிடிஎம்ஐ பெரிய லெவலில் நான் ஏன் தமிழில் பேசுகிறேன்னா, இங்கே இருக்கிற மலையாளி யாராவது கரெக்டாக தமிழில் பேசுகிற மாதிரி இருக்கணும். ஸோ அதனால தான். ஸோ அண்ட் மை மலையாளம் இஸ் நாட் தட் குட். ஸோ ப்ளீஸ் பேர் வித் மீ. ஸோ அந்த ஒரு தாட் அது ஆக்சுவலாக நான் இருக்கும்போது அந்த டிசிஷனை எடுத்திருந்தாரு. ஏன்னா அவர் நிறைய வருஷமாக எனக்கு அவரை தெரியும். நான் அவர்கிட்ட கேட்ட ஒரே ஒரு விஷயம் தான், ஏற்கனவே நிறைய பிரச்சனை இருக்குது, இந்த இதுக்கும் இது பண்ணுமான்னு கேட்டேன். பட் ஹி வாஸ் வெரி பேஷனேட். ஹி வாண்டட் டு டூ a lot to the CTMA association. So I am very happy and proud to come every year. எல்லா வருஷம் நான் வந்துடுறேன். ஏன்னா எனக்கு ஒரு பெரிய ரெக்கக்னேஷன். இப்போ மலையாளி சசி சதுரு சார் ஒரு பெரிய ஒரு ஐடென்டிட்டி. மலையாளினாலே ஒரு பெரிய ஐடென்டிட்டி. நம்ம ஒரு நேஷ்னல் லெவலில் ரெஸ்பெக்ட் பண்ண, இன்டர்நேஷ்னல் லெவலில் ரெஸ்பெக்ட் பண்ணக்கூடிய ஒரு ஆள் அவர் தான். So very happy to be here, sir. So very happy to have you here, sir. Thank you so much. ஏன்னா அவரை பார்த்தோன்னே நான் ஒரு விஷயம் சொன்னேன், சார் நீங்கள் பண்ண ஆடெல்லாம் செம்மையாக இருக்குது, அந்த கிரிக்கெட் ஃபுட்பால் ஆட்ஸ் எல்லாம் சூப்பராக இருக்குது, இட்ஸ் வாஸ் வெரி இன்ட்ரெஸ்டிங் சொன்னேன். ஸோ ஆனால் எனக்கு இன்னைக்கு தான் ஒரு விஷயம் புரிஞ்சது. ஏன்னா அவரை பார்த்தோன்னே அவர் பேசுகிற இங்கிலீஷே புரியாது, ரொம்ப கஷ்டமாக இருக்கும். ஆனால் இன்றைக்கி தான் எனக்கு தெரிஞ்சது அவர் மலையாளத்தில் பேசினாலே இங்கிலீஷ் மாதிரி தான் இருக்குன்னு. ஸோ அப்போ தான் புரிஞ்சது, ஓகே அப்போ கண்டிப்பாக எங்களுக்கு அவரோட இங்கிலீஷ் புரியாதுன்னு. பட் வெரி ஸ்வீட் ஆஃப் ஹிம் டு கம் ஹியர், பிகாஸ் ஐ நோ இஸ் டூ பிஸி, பட் ஹி மேட் அன் எஃபர்ட் டு கம் அண்ட் மேக் எவ்ரிபடி ப்ரவுட். ஸோ ஹாப்பி. அண்ட் கண்டிப்பாக அடுத்த வருஷம் நம்ம பார்க்கலாம். தேங்க்யூ. ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവരും പേരെടുക്കുന്നില്ല. പക്ഷേ CTMലെ ചെയർമാനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഓണററി പ്രസിഡന്റും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാരവാഹികളും, എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന സെക്രട്ടറി ജനറൽ, ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ബഹുമാന്യരെ, നമ്മളുടെ ഇടയിലിരിക്കുന്ന മഹാജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇവിടെ ഈ ആവണി പൂരങ്ങൾ, ഈ വാക്ക് ആദ്യം തവണ കേൾക്കുകയാണ്. ആവണി പൂരങ്ങൾ 2025 പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഈ CTMA എന്ന് പറഞ്ഞൊരു സ്ഥാപനം കുറച്ചായിട്ട് നമ്മളുടെ പ്രസിഡന്റ് പ്രവീൺ പറഞ്ഞതുപോലെ കുറച്ചായിട്ട് എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഈ തവണ വരാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ്. ഇത്ര തമിഴ്നാട് താമസിക്കുന്ന മലയാളികളെ കാണാനും അതിൻ്റെ നേതൃത്വത്തിൽ അതിന് ഈ സ്ഥാപനത്തിന് 30 വർഷമായിട്ട് ഇങ്ങനെയൊരു ഊർജ്ജസ്വലമായ വേദിയായിട്ട്, തമിഴ്നാട് മലയാളികളുടെ ഒരു വേദിയായിട്ട് അതിനെ കൊണ്ടുവന്നതിന് എൻ്റെ എല്ലാവർക്കും അഭിനന്ദനങ്ങളും കൺഗ്രാറ്റുലേഷൻസും പറയട്ടെ. നിങ്ങളെല്ലാവരും കാണുമ്പോൾ നിങ്ങളുടെ എണ്ണം, നിങ്ങളെ ഇവിടെ എല്ലാം ഇരുന്ന് കേൾക്കാനും നിങ്ങൾ കാണിക്കുന്ന ആ ക്ഷമയും ആ സന്തോഷവും ഞാനും പങ്കെടുക്കുന്നു. ഇത് വെറും ഒരു ഓണം ആഘോഷം മാത്രമല്ല. ഓണം നമ്മളെല്ലാവരും ഒരു ദിനത്തിൽ ആഘോഷം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ശരിക്ക് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ഒരു ബന്ധത്തിൻ്റെ ഒരു ആഘോഷമാണ്. നമ്മളെല്ലാ വിധത്തിലും രണ്ട് അയൽവാസികൾ ശരിക്കും ഒരേ ഒരു നാട് പോലെ, ഒരു ഷെയർഡ് ജോഗ്രഫി, ഒരേ ചരിത്രം, ഒരേ ഇതിഹാസം, ഒരേ ഭാവി നമുക്ക് കുറേ നൂറ്റാണ്ടുകളായിട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു മാതൃകയാണ് ഇന്നത്തെ കൂട്ടായ്മ. അപ്പോൾ ആ
ചരിത്രം, ആ ഭാഗ്യം, അതിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ അരികിൽ നിൽക്കുന്നത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. നമ്മുടെ ഗോപിനാഥ് മുതുക്കാടിൻ്റെ മാജിക്കും ശ്രീ ആര്യയുടെ മസിൽസും കുറേ പാട്ട് കച്ചേരിയും ഒക്കെ വരാൻ പോകുന്ന സ്ഥിതിയിൽ ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ ആർക്കും ഒരു സമയമില്ലായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ഇത്ര സ്നേഹവാക്ക് നമ്മുടെ പ്രസിഡന്റും നമ്മുടെ ചെയർമാനും പറഞ്ഞ ശേഷം ഒരു ചെറിയൊരു മറുപടി കൊടുക്കണം. അതിലെ ഇത്ര നല്ല എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെ കുറിച്ച് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. രണ്ടാമത്, ഇതൊരു പുതിയ വിശ്വാസമല്ല. 2009 ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകമായിരുന്നു. അത് കഴിഞ്ഞ് 4 തെരഞ്ഞെടുപ്പിന് ഈ ഒരേ വാചകത്തിൽ എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. എന്തായിരുന്നു അത്? ശ്രീനാരായണ ഗുരു പറഞ്ഞില്ലേ, മതമേതായാലും മനുഷ്യൻ നിന്നാൽ മതി. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രമേതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. അത് ഈ 17 വർഷം രാഷ്ട്രീയത്തിലും ആ വിശ്വാസം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പ്രവർത്തനവും ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രഭാഷണവും, എല്ലാ വിശ്വാസവും, എല്ലാ ആക്ഷൻസും ആ വിശ്വാസത്തിലാണ്. ഞാൻ എന്നെ ചിലവർ കുറ്റം പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ അതിനോട് ഞാൻ മറുപടി പറയുന്നത് നെഹ്റുവിൻ്റെ വാക്കിലാണ്. പണ്ഡിറ്റ് നെഹ്റുജി ഒരു പ്രധാനപ്പെട്ട ഒരു വരി പറഞ്ഞു ഇംഗ്ലീഷിൽ, ഹൂ ലിവ്സ് ഇഫ് ഇന്ത്യ ഡൈസ്? ഇന്ത്യ മരണപ്പെട്ടാൽ ആരാ ജീവിക്കാൻ പോണം? ആ ചോദ്യത്തിന് വേറെ ആർക്കും മറുപടിയില്ല. അപ്പം എല്ലാത്തിനും എപ്പോഴും നമ്മുടെ ഭാരതം മുന്നോട്ട് വയ്ക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവര് നല്ല വാക്കിനെ ഒരിക്കലും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ശരിക്കും നമ്മൾ തമിഴ്നാടും കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു വിധത്തിൽ വെസ്റ്റേൺ ഘാട്സിനെ ഒരു ഡിവൈഡിങ് ലൈൻ കൊണ്ട് കാണാം, ഒരു വേര് തീർവ് പോലെ കാണാം. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അത് സെപ്പറേഷൻ അല്ല. ആ വെസ്റ്റേൺ ഘാട്സ് പല വിധത്തിലും ഒരു പാലമായിരുന്നു നമ്മൾ 2 സംസ്ഥാനങ്ങളുടെ ഇടയിൽ. നമുക്കറിയാം, പാലക്കാട് ഗ്യാപ്പുണ്ട്. ഞാനൊരു പാലക്കാടുകാരാണ്. അച്ഛനും അമ്മയും രണ്ടാളും പാലക്കാട് ജനിച്ചവരാണ്. ഇനി അരവൽബായി മൊഴി പാസുണ്ട്. അതിൻ്റെ ഒപ്പം തേൻകാശിയും ഇടുക്കിയും ഒക്കെ കുറേ നൂറ്റാണ്ടുകളായിട്ട് 2000 വർഷങ്ങളായിട്ട് നമ്മുടെ നാടുകളെ ഒന്നാക്കിയിട്ടുണ്ട്. അതിൽ വ്യാപാരികളും തീർത്ഥാടകരും വിദ്വാൻമാരും കവികളും കൽപ്പണിക്കാരും അതിൻ്റെ ഒപ്പം ഈ നമ്മുടെ കൈത്തറ ചെയ്യുന്നവരും ഭരണാധികാരികളും പട്ടാളക്കാരും എല്ലാവരും ഈ 2 വഴിക്കും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് 10,000 വർഷങ്ങളായി. അവർ കച്ചവടം മാത്രം ചെയ്യാനല്ല, പക്ഷെ അതിനൊപ്പം ഓരോരു ചിന്ത, ഓരോരു ആലോചന, ഓരോരു ഭാഷകൾ, ഓരോരു രീതികൾ, ഓരോരു പരമ്പര, ഓരോരു ആത്മീയ പരമ്പരയും കൂടി അതിന് ഈ 2 സംസ്ഥാനത്തിനിടയിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് these mountain passes were not borders of separation. They were doorways of friendship. സൗഹാർദ്ദത്തിൻ്റെ കാവലുകളായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ തമിഴ്നാടിനും കേരളത്തിനും വേറെയായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഓരോ കാലത്തിൽ ചേര ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോള ഭരിക്കുമ്പോൾ, പാണ്ഡ്യ ഭരിക്കുമ്പോൾ എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു. ചേര രാജകുടുംബം ഇപ്പോഴത്തെ കേരളത്തിന് മാത്രമല്ല, പടിഞ്ഞാറ് തമിഴ്നാടിനെയും ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോള പലതവണ ചേരമാരെ ആക്രമണിച്ചു. അതിനൊപ്പം ചേരത്തവണ സ്നേഹവും ചെയ്തു. എന്നിട്ട് കോൺഫ്ലിക്റ്റും കൾച്ചറൽ ബ്ലെൻഡിങ്ങും രണ്ടും ഒരുമിച്ച് പോയതാണ്. രാജവംശം ഞാൻ ഇപ്പോൾ പ്രതിനിധിയായി വരുന്ന തിരുവനന്തപുരത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഭരിച്ചവരായിരുന്നു. അതിന് കേരളവും തമിഴ്നാടും എല്ലാ വ്യത്യാസങ്ങളുണ്ട്. എല്ലാം ഒന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മദ്രാസ് പ്രസിഡൻസിയിൽ മലബാറും കോയമ്പത്തൂരും മധുരയും തഞ്ചാവൂരും എല്ലാം ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിരുന്നു, ഒരു പ്രസിഡൻസി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല, ഈ 1956 ഭരിച്ച വരി അത് ചരിത്രത്തിൻ്റെ ഒരു വരിയല്ല. ഇതൊക്കെ ഈ കാലത്തെ രാഷ്ട്രീയം മാത്രമാണ്. തിരുവനന്തപുരത്തിൻ്റെ രാജകുടുംബം എവിടെയാണ് ഭരിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലത്തെ വിളവങ്കോട്, കൽക്കുടം, കോവള, അഗീതേശ്വരം താലൂക്കൊക്കെ തിരുവനന്തപുരം കിങ്ഡമിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പത്മനാഭപുരം പാലസ് കാണാൻ പോകുമ്പോൾ, ആ കൊട്ടാരം കാണാൻ പോകുമ്പോൾ കേരളത്തിനെയും തമിഴ്നാടിനെയും ഒരേ ഒരു ബ്ലെൻഡ് കാണുമായിരുന്നു.
പല ഭാഗങ്ങളും അതിപ്പോൾ തമിഴ്നാട്ടിലാണ്, പക്ഷെ അത് കേരളത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ ജീനിയസും അതിൽ കാണാം. അതുപോലെ തന്നെ ഇളനീർ, കുഴിത്തറ, മാർത്താണ്ഡം, ഇതൊക്കെ എന്താണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ശരിക്ക് ഒരു ബന്ധത്തിൻ്റെ അടയാളങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ. അതുപോലെ തന്നെ ചരിത്രങ്ങൾ കൂടി ഇപ്പോൾ കീഴടയിൽ നിങ്ങൾക്കറിയാമല്ലോ എക്സ്കവേഷൻസ് നടക്കുന്നു, കേരളത്തിൽ പട്ടണത്തിൽ നടക്കുന്നു. ഇതിലെല്ലാം ശരിക്കും സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങളും ഒരേ ചരിത്രവും നമ്മൾ പങ്കെടുത്തിട്ട് എത്ര വർഷങ്ങളായി നിൽക്കുന്ന സമയം. അതുപോലെ തന്നെ ഭാഷ, തമിഴും മലയാളവും ഇപ്പോൾ രണ്ടിനെയും ശ്രേഷ്ഠ ഭാഷയായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ട് നമ്മുടെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ദീസ് ആർ ലാംഗ്വേജസ് ആർ കസിൻസ്, ഒരേ വേരുകൾ, ഒരേ കേഡൻസ്, ഒരേ രൂപമുള്ള ഭാഷകളാണ്. തമിഴ് നമ്മൾ മലയാളം സാഹിത്യത്തിലും മലയാളം ഭരണത്തിലും ഉപയോഗിച്ച ഒരു ഭാഷയാണ്. സംഘം പീരിയഡിലൊക്കെ എല്ലാവരും വ്യത്യാസം, ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സാഹിത്യത്തിനിടയിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ നേരമില്ലെങ്കിലും നിങ്ങളെല്ലാവർക്കും അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. എല്ലാ വിധത്തിലും ഒരു ഷെയർഡ് ഇമാജിനേഷൻ, നമ്മുടെ ഒരേ ഒരു സങ്കല്പമാണ് രണ്ട് കൾച്ചറിലും കാണുന്നത്. അതിനൊപ്പം ശരിക്കും ഒരേ ഒരു ധാർമ്മിക യൂണിവേഴ്സ്, ഒരു മോറൽ യൂണിവേഴ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഒരു സംശയവും വേണ്ട, ആ സൗന്ദര്യം തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നുപോലെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആദിവാസികളുടെ കഥ എന്താണ്? കാണി ട്രൈബ് രണ്ട് ഭാഗത്തുമുണ്ട്, തമിഴ്നാട്ടിലും കേരളത്തിലുണ്ട്. നമ്മുടെ ഓരോരോ രീതികൾ, നമ്മുടെ പരമ്പര. എൻ്റെ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തിൽ ആറ്റുകാൽ പൊങ്കാല, അത് തമിഴ്നാടിൻ്റെ പൊങ്കാൽ ഫെസ്റ്റിവലിൻ്റെ ഒരു എക്കോ പോലെയാണ് കാണുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം വലിയ അഭിമാനമായിട്ടാണ് പറയുന്നത് എൻ്റെ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തിൽ. പക്ഷെ അതിനെ കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? തഞ്ചാവൂരിൻ്റെ സ്റ്റൈലാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വിധത്തിലും ശരിക്കും നമ്മളുടെ ബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾ പഴനിയിലും രാമേശ്വരത്തും എപ്പോഴും പോകുന്നുണ്ട്. തമിഴ്നാട് ശബരിമലയിലും ഗുരുവായൂരിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരേ കഥയുണ്ട്. മലയാളികൾ വേലങ്കണ്ണിയിൽ പോകുന്നു, തമിഴന്മാർ കുരിശുമലയിൽ വരുന്നു. ഒരു വ്യത്യാസം രണ്ടുപേരും കാണുന്നു. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഈ കുടിയേറ്റം, ഈ മൈഗ്രേഷൻ രണ്ട് സംസ്ഥാനങ്ങളിലുള്ളത് പ്രവർത്തനത്തിനോ കച്ചവടം ചെയ്യാനോ പ്രാർത്ഥിക്കാനോ കാരണം പോട്ടെ, ആ ബന്ധം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും മലയാളികളായിട്ട് തമിഴ്നാട് ഇരിക്കുമ്പോൾ ശരിക്ക് കോമൺ ഹെറിറ്റേജിൻ്റെ ഒരു ഇൻഹെറിറ്റേഴ്സാണ് നിങ്ങൾ. അതിനും ഞാൻ ഇന്ന് ഒരിക്കലും കൂടി പറഞ്ഞു. ഞാൻ ദീർഘമായി സംസാരിക്കാതെ കുറച്ച് കൂടുതൽ പറഞ്ഞു. പക്ഷേ മലയാളിയായിട്ട് തമിഴ്നാട്ടിൽ നിൽക്കുമ്പോൾ MGRനെ കുറിച്ച് മറക്കാൻ സാധിക്കുമോ? കേരളം ഒരു മുഖ്യമന്ത്രിയും കൂടി കൊടുത്തിട്ടില്ലേ സംസ്ഥാനത്തിന്? ഹീറോയിൻ്റെ ഒപ്പം ഒരു വില്ലന് കൊടുത്തില്ല. MN നമ്പ്യാർ എവിടെയായിരുന്നു? ഈ സംസ്ഥാനത്തിന് ബന്ധമാണ്. അതുപോലെ തന്നെ തമിഴ്നാട് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? രാമയ്യൻ തലവ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹമാണ് കേരളത്തിൽ ഭരണത്തിനെ മാറ്റിയത് ഒരു തമിഴനായി. ഞാൻ ഇനി നിങ്ങളോട് ഒരു വാക്കും കൂടി പറഞ്ഞ് അവസാനിക്കാം. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അയൽവാസികൾ മാത്രമല്ല, സഹോദരന്മാരും സഹോദരിമാരും തന്നെയാണ്. നമുക്ക് എല്ലാ വിധത്തിലും ശരിക്ക് ഒരേ മരത്തിൻ്റെ ശാഖയാണ് നമ്മൾ. ഒരേ പൂന്തോട്ടത്തിൻ്റെ പുഷ്പങ്ങളാണ് കേരളവും തമിഴ്നാടും. ഒരേ സംസ്കാരത്തിൻ്റെ മക്കളാണ് മലയാളികളും തമിഴന്മാരും. അതുകൊണ്ട് ശരി വ്യത്യാസങ്ങളുണ്ട്, ഒരു സംശയം വേണ്ട. പക്ഷേ നമ്മുടെ വേരുകൾ ഒന്നാണ്. നമ്മൾ ഒരേ ഭൂമിയിൽ ഒരേ മണ്ണിൽ നമ്മൾ വന്നതാണ്. അതുകൊണ്ട് ഈ കൺഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഇൻ തമിഴ്നാട്, CTMA എന്ന് പറഞ്ഞൊരു സംഘടന ശരിക്കും നമ്മുടെ 3000 വർഷത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് ഒരു സംഘടനത്തെ രൂപതരാക്കിയിട്ട് 21ാം നൂറ്റാണ്ടിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ഭാവിയിലും ആ ബന്ധം ശക്തമായി വരട്ടെ. ഞാനൊരു തിരുവനന്തപുരത്ത് പ്രതിനിധിയായിട്ട് പറയട്ടെ, എൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ കെട്ടിയ വിഴിഞ്ഞം തുറമുഖം, അവിടെ നമുക്ക് ഓരോരു ഭാഗത്ത് ലോകത്ത് ദുബായിൽ നിന്നും സിംഗപ്പൂരിൽ കൊളംബോ എന്നൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ തമിഴ്നാട് എത്തിക്കാൻ നല്ല സമയം ലാഭമുണ്ടാകും. വിഴിഞ്ഞം വഴിക്കും വിഴിഞ്ഞത്തിന് ചെന്നൈ വരെ നമുക്ക് എല്ലാ വിധത്തിലും പാതകളും റെയിൽവേ ലൈൻസും ഒക്കെ കെട്ടാനുള്ള ഇനിയും ബാക്കി ഉണ്ടെങ്കിലും ഇതൊക്കെ ഭാവിയെ
നമ്മൾക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു വികസനമാണ് കേരളത്തിൽ തുടങ്ങുന്നത്. So all I can say is, may the bonds between Tamil Nadu and Kerala continue to deepen, and may CTMA continue to be a bridge for this relationship. May every Malayali in Tamil Nadu and every Tamil in Kerala remember that you are not outsiders, you are insiders in a shared story. ഇന്നത്തെ ഓണം ആഘോഷത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും, ഓണത്തിനും നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും സ്നേഹവും എല്ലാ വിധത്തിലും ഈ വർഷം ആരംഭിക്കട്ടെ. എന്നിട്ട് ഇന്ന് വൈകുന്നേരത്തെ ആഘോഷം ഊർജയോടും സന്തോഷത്തോടും പാട്ടും എല്ലാ ജോയിനോടും നിങ്ങൾ എൻജോയ് ചെയ്യട്ടെന്ന് കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഒരിക്കലും കൂടി എന്നെ ക്ഷണിച്ച എൻ്റെ CPMക്ക് നന്ദി പറഞ്ഞിട്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.